സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും റിച്ച് ആകണം. റിച്ച് ആകാൻ ആരെങ്കിലും നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾ സ്വപ്നം കാണുന്നു. റമീസ് സെത്തി എഴുതിയ ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച് എന്ന പുസ്തകത്തോടെ ആ കാത്തിരിപ്പ് അവസാനിച്ചു. ഈ പുസ്തകത്തിൽ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. റമീസ് സെത്തി ഒരു സൈക്കോളജി ടെക്നോളജിസ്റ്റ് ഒക്കെ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് അവിടെയുള്ള സമയത്ത് പണവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കുറച്ച് തെറ്റായ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തി. അതുകൂടി അദ്ദേഹം പഠിച്ചു, എങ്ങനെ പണം പ്രവർത്തിച്ചു, എങ്ങനെ പണം അവന് വേണ്ടി പ്രവർത്തിക്കും, ഈ വിദ്യ എങ്ങനെ മനസ്സിലാക്കി. തൻ്റെ അറിവുകളും കണ്ടെത്തലുകളും ഒക്കെയാണ് മറ്റുള്ളവരിലേക്ക് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് എഴുതിയത്. എല്ലാവർക്കും അവരുടെ പണശീലങ്ങൾ മെച്ചപ്പെടുത്താനുള്ള അവസരമുണ്ടെന്നാണ് റമീസ് സെത്തി പറയുന്നത്. ഇതൊരു ബെസ്റ്റ് സെല്ലർ ബുക്കാണ്. ഐ വിൽ ടീച്ച് യു ടു ബി റിച്ച്. എവിടെ നിങ്ങളുടെ പണം പോകുന്നു? പണം നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് യഥാർത്ഥ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ലൈഫ് ലഭിക്കുന്നു. 6 വീക്ക് പ്രോഗ്രാം പരിചയപ്പെടുത്തുന്നുണ്ട്. എങ്ങനെ നിങ്ങളുടെ ബിൽ പേയ്മെൻറ്റുകൾ, സമ്പാദ്യ നിക്ഷേപങ്ങൾ എന്നിവ ഒപ്റ്റിമൈസ് ചെയ്യുന്നുള്ള സംവിധാനം സൃഷ്ടിക്കാം. മാസത്തിൽ 1 മണിക്കൂർ കുറച്ച് സമയം കൊണ്ട് നിങ്ങളുടെ പണം ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നു. സെത്തിയുടെ 6 വീക്ക് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഫസ്റ്റ് വീക്ക് ഒപ്റ്റിമൈസിങ് യുവർ ക്രെഡിറ്റ് കാർഡ്സ് ആണ്. സെക്കൻഡ് വീക്കിൽ ബീറ്റിംഗ് ദ ബാങ്ക്സ്. തേർഡ് വീക്കിൽ കവർ ഇൻവെസ്റ്റിംഗ്. ഫോർത്ത് വീക്കിൽ കോൺഷ്യസ് സ്പെൻഡിങ്. ഫിഫ്ത്ത് വീക്കിൽ സേവിങ്സിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അവസാനം ഫൈനലായിട്ടുള്ള വീക്കിൽ അവസാനത്തെ 6ാമത്തെ ആഴ്ച നിക്ഷേപ സമ്പന്നർക്ക് മാത്രമേ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പറയുന്നത്. ചാപ്റ്റർ 1 ക്രെഡിറ്റ് കാർഡ് ഒപ്റ്റിമൈസേഷനാണ്. നല്ല ക്രെഡിറ്റ് കെട്ടിപ്പടുക്കുന്നതിന് സമ്പത്തിലേക്കുള്ള ആദ്യ പടിയാണ് പേഴ്സണൽ ക്രെഡിറ്റ്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും ക്രെഡിറ്റ് സ്കോറും കണക്കിലെടുക്കുന്നു. കൂടുതൽ പേർക്കും 2 ക്രെഡിറ്റ് കാർഡ് വെച്ചുണ്ട്. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ശരിയായി ഉപയോഗിക്കണമെന്നും പഠിക്കേണ്ടതുണ്ടെന്നും സെത്തി പറയുന്നു. ക്രെഡിറ്റ് കാർഡ് ശരിയായി ഉപയോഗിക്കുമ്പോൾ ലോങ് ടേം $1000 നമുക്ക് ലാഭിക്കാൻ കഴിയും. ക്രെഡിറ്റ് റിപ്പോർട്ടും അതിൻ്റെ റേറ്റിങ്സും. ക്രെഡിറ്റ് റിപ്പോർട്ടും നിങ്ങളുടെ ക്രെഡിറ്റിൻ്റെ ചരിത്രമാണ്. നിലവിലുള്ളത് സമീപകാലത്തുള്ളതായ ട്രാൻസാക്ഷനുകളൊക്കെ അവർ നോക്കിയിട്ടാണ് നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് ഇടുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ഏതെങ്കിലും അക്കൗണ്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ലോണിന് അപേക്ഷിക്കുമ്പോൾ ഈ വിവരങ്ങൾ നമുക്ക് ലോൺ തരുന്നവർക്ക് വളരെ പ്രയോജനപ്പെടും. ക്രെഡിറ്റ് സ്കോർ അല്പം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ റേഞ്ചിങ് 300 മുതൽ 900 വരെയാണ്. അപ്പോൾ സിബിൽ സ്കോർ റേഞ്ച് നമുക്കറിയാം. ഇന്ത്യയിലെ സ്കോർ ബാൻഡും കാറ്റഗറി 551 മുതൽ 620 ലോ ക്രെഡിറ്റ് സ്കോറാണ്. 750 മുതൽ 900 വരെ എക്സലൻ്റ് ക്രെഡിറ്റ് സ്കോറാണ്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും റേറ്റിംഗ് അടിസ്ഥാനമാക്കിയിട്ടാണ് ബാങ്കുകൾ നിങ്ങൾക്ക് പണം ലോൺ തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. നല്ല ക്രെഡിറ്റ് കെട്ടിപ്പടുക്കുന്നത് സമ്പന്നരാകാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ആദ്യ പടിയാണ്. ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാക്കാനും ക്രെഡിറ്റ് കാർഡിലെ തെറ്റുകൾ ഒഴിവാക്കാനും സഹായിക്കുന്ന നിരവധി നുറുങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ടും സ്കോറും അഭ്യർത്ഥിക്കുക. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നോ ഫീ കാർഡാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നോ ഫീ കാർഡാക്കാൻ ബാങ്കിനോട് അഭ്യർത്ഥിക്കുക. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ ഒരെണ്ണം എടുക്കുക. എല്ലാ ഫീസും ഒഴിവാക്കണമെന്ന് ബാങ്കിനോട് ആവശ്യപ്പെടുക. ക്രെഡിറ്റ് കാർഡ് ബില്ല് ഓട്ടോമാറ്റിക് പേയ്മെൻ്റ് ആക്കുക. എല്ലാ മാസവും പണം അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും കടമുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കുക. കഴിയുന്നത്ര വേഗത്തിൽ കടത്തിൽ നിന്ന് കയറുക എന്നതാണ് ലക്ഷ്യം. ചാപ്റ്റർ 2 ബാങ്ക്സ് ആണ്. ബാങ്ക് അക്കൗണ്ട് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രാധാന്യം രചയിതാവ് പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ബാങ്ക് വഹിക്കുന്നത്. അപ്പോൾ അനാവശ്യമായി ഫീസ് ഇല്ലാത്ത ബാങ്കിൽ വേണം അക്കൗണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ ഒരു ചെക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. സേവിങ് അക്കൗണ്ട് പോലെ പലിശ നൽകുന്നത് സൗജന്യമായി ഒന്ന് തിരഞ്ഞെടുക്കുക. സേവിങ് അക്കൗണ്ടുകളെ കുറിച്ച് പറയുന്നത് ഷോർട്ട് ടൈം ടു മിഡ് ടേം സേവിങ്സിന് വേണ്ടി ഒരു സേവിങ് അക്കൗണ്ട് തുറക്കണമെന്നാണ് രചയിതാവ് പറയുന്നത്. വീക്ക് 2 ചെയ്യേണ്ടതായ ടിപ്സുകളാണ്: ചെക്ക് അക്കൗണ്ട് തുറക്കുക, ഫീസില്ലെന്ന് ഉറപ്പുവരുത്തുക. അക്കൗണ്ടിന് ഫീസ് ഉണ്ടെങ്കിൽ ബാങ്കിനെ വിളിച്ച് ഫീസ് ഒഴിവാക്കുന്നതിന് ചർച്ച നടത്തുക. ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ മിനിമം ഫീസ്, ട്രാൻസാക്ഷൻ ഫീസാണ്. ഉയർന്ന പലിശയിലുള്ള സേവിങ് അക്കൗണ്ട് തുറക്കുക. ചെക്ക് അക്കൗണ്ടിൽ 1.5 മാസത്തെ ചിലവുകൾക്കുള്ള പണം ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ബാക്കിയുള്ള പണം ഇൻവെസ്റ്റ്മെൻറ്റായി മാറ്റുകയും ചെയ്യുക. ചാപ്റ്റർ 3 ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. 5 സിമ്പിൾ സ്റ്റെപ്സ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. നിങ്ങൾക്ക് 100% റിട്ടേൺ ലഭിക്കുന്ന ഒന്നിനേക്കാൾ മികച്ച നിക്ഷേപം വേറെ ഇല്ലെന്നാണ് രചയിതാവ് പറയുന്നത്. ഓരോ പേ ചെക്കും ഓട്ടോമാറ്റിക്കലി ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് കടം വീട്ടുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ പണം ലഭിക്കും.
വേഗത്തിൽ അടച്ചു തീർക്കാൻ സാധിക്കുന്ന ഒരു പ്ലാൻ നമ്മൾ രൂപപ്പെടുത്തി സമയമെടുത്ത് രൂപപ്പെടുത്തുക. എന്നുവെച്ചാൽ അത് നമ്മൾ ഫോക്കസ് ചെയ്യുക. ഒരു വ്യക്തിഗത റിട്ടയർമെൻറ്റ് അക്കൗണ്ടോ നിക്ഷേപ ഫണ്ടോ തുറക്കുക. എന്തെങ്കിലും പണം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ സേവിങ് അക്കൗണ്ടിലേക്ക് കൂടുതൽ നിക്ഷേപിക്കുക. ആദ്യത്തെ 4 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ ബാക്കി വരുന്ന പണം കൊണ്ട് മാത്രം ഒരു ബിസിനസ് ആരംഭിക്കുക, അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ചാപ്റ്റർ 4 കോൺഷ്യസ് സ്പെൻഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ബോധപൂർവം ചെലവഴിക്കുന്നത് വളരെ എളുപ്പമാണ്. പണം വരുമ്പോൾ സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നോക്കുക. അത് പൂർത്തീകരിച്ചാൽ ബാക്കിയുള്ള പണം നിങ്ങൾക്ക് സ്പെൻഡ് ഗിൽറ്റ് ഫ്രീ ആയി ഉപയോഗിക്കാം. വീക്ക് 4 പ്രധാനപ്പെട്ട ടിപ്സുകൾ പറയുന്നത്, നിങ്ങളുടെ പേ ചെക്ക് ലഭിക്കുമ്പോൾ ചിലവ് കുറയ്ക്കാൻ ശ്രമിക്കുകയും അതിൽ ഭൂരിഭാഗം എവിടേക്കാണ് പോകുന്നതെന്ന് നിർണ്ണയിക്കുകയും ചെയ്യുക. ബ്രേക്കപ്പ് ചെയ്യുക. നിങ്ങളുടെ ഇൻകത്തിനെ അതിനെ ഫിക്സഡ് കോസ്റ്റ് അക്കൗണ്ടിലോട്ട്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലൊക്കെ സേവിങ് ഗോൾസിന് വേണ്ടിയിട്ടുള്ളത്, ആൻഡ് ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ്ങിലേക്ക് ഇതിനെ ഇവിടെ ചില ഫിക്സഡ് ചിലവുകൾ നോക്കൂ. ഇൻഷുറൻസ് നിങ്ങൾക്ക് മികച്ച ഡീൽ ലഭിക്കുന്നുണ്ടോ? ഫിക്സഡ് ചിലവുകൾ നോക്കി അതിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ കോൺഷ്യസ് സ്പെൻഡിങ് പ്ലാൻ എങ്ങനെയായിരിക്കണമെന്ന് നിർണ്ണയിക്കുക. അതിൽ സേവിങ് സ്പെൻഡിങ് എങ്ങനെയാണെന്നൊക്കെ ഒബ്സർവ് ചെയ്യുക. നിങ്ങളുടെ പ്ലാനിൽ ഉറച്ചു നിൽക്കുക. എല്ലാ ആഴ്ചയും അത് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ സിസ്റ്റം കഴിയുന്നത്ര ലളിതവും എളുപ്പവുമാണെന്ന് ഉറപ്പാക്കണം. അത് ദീർഘകാലം നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയണം. ചാപ്റ്റർ 5 സേവിങ്സിനെ കുറിച്ചാണ്. നമ്മുടെ അടുത്ത പ്ലാന് നമ്മൾ എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സേവിങ്, ഇൻവെസ്റ്റിംഗ്, സ്പെൻഡിങ് എന്നിവയ്ക്കായിട്ട് നമ്മുടെ സിസ്റ്റങ്ങളെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇടപെടലില്ലാതെ തന്നെ നിങ്ങളുടെ വരുമാനം ഉചിതമായ അക്കൗണ്ടിലേക്ക് സ്വയമേ ഓട്ടോമേറ്റ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം. ലോണ്, EMI, ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്, എക്സെട്ര. അപ്പം വീക്ക്ലി, മന്ത്ലി നമുക്ക് ഇൻകം കിട്ടുമ്പോൾ അതിനെ നമുക്ക് വർക്ക് പ്ലേസിൽ വെച്ച് തന്നെ അതിനെ ഓട്ടോമേറ്റ് ചെയ്യണം. എന്താണ്, എൻ്റെ ഒരു പോർഷൻ നമുക്ക് സേവിങ്സിലേക്ക്, ബാക്കിയുള്ളവ നമ്മുടെ ചെക്ക് അക്കൗണ്ടിലേക്കും നമ്മൾ ഇത് പോകാൻ വേണ്ടി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പം പേയ്മെൻറ്റ് ഓട്ടോമേറ്റിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. സമ്പാദ്യത്തിലേക്കും നിക്ഷേപത്തിലേക്കും പോകാനായിട്ട് ഓട്ടോമേറ്റ് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് ബില്ല് നേരിട്ടുള്ള ഡെബിറ്റ് വഴി സ്വയമേ പണം അടയ്ക്കുക, അല്ലെങ്കിൽ അത് ഓട്ടോമേറ്റ് ചെയ്യുക. ക്രെഡിറ്റ് കാർഡ് ബില്ലുകളൊക്കെ അവശേഷിക്കുന്നത് എന്ത് ഗിൽറ്റ് ഫ്രീ സ്പെൻഡിങ് ആയി കണക്കാക്കാം. 5-ാമത്തെ ആഴ്ചയിലെ പ്രധാന നുറുങ്ങൾ എന്ന് വെച്ചാൽ എല്ലാ അക്കൗണ്ടുകളും ലിങ്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ലോഗിൻ വിവരങ്ങളും ഒരിടത്തുണ്ടെന്ന് ഉറപ്പാക്കുക. നിങ്ങളുടെ ഓട്ടോമാറ്റിക് മണി ഫ്ലോ സജ്ജീകരിക്കാൻ സമയം ചെലവഴിക്കുക. അക്കൗണ്ടുകൾ എല്ലാം ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലളിതമായിരിക്കണം. നിങ്ങളുടെ ഓരോ അക്കൗണ്ടിലേക്കും വ്യക്തിഗത പേയ്മെൻറ്റുകൾ സജ്ജീകരിക്കുക. ചാപ്റ്റർ 6 ഫിനാൻഷ്യൽ എക്സ്പെർട്ടൈസ് മെത്തേഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഫിനാൻസ് ഇൻഡസ്ട്രി, ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആൻഡ് ഫണ്ട് മാനേജേഴ്സ് ഇവർ ആളുകളെ ഭയപ്പെടുത്തുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും തങ്ങളുടെ നിക്ഷേപം നടത്താൻ പൂർണ്ണമായും കഴിവുള്ളവരാണെന്ന് രചയിതാവ് പറയുന്നത്. നിക്ഷേപിക്കാൻ ഫണ്ട് മാനേജേഴ്സ് പണം നൽകേണ്ടതില്ല. ഫണ്ട് മാനേജർ മാന്ത്രികരല്ല. വിപണികൾ എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി കാണാൻ ഈ ഫണ്ട് മാനേജർക്കൊന്നും കഴിയില്ല. 75% നിക്ഷേപത്തിൽ ഫണ്ട് മാനേജർ പരാജയപ്പെടുന്നുവെന്നാണ് സെയ്തി പറയുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾ പലപ്പോഴും ഫണ്ട് മാനേജർക്ക് അനാവശ്യമായിട്ട് ഫീസ് നൽകാറുണ്ട്. ഇൻഡെക്സ് ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് സമാനമാണ്. ഇൻഡെക്സ് ഫണ്ടുകൾ വളരെ കുറഞ്ഞ ഫീസിൽ മികച്ച വരുമാനം നൽകാൻ കഴിയും. അതിനാൽ ഫണ്ട് മാനേജറുടെ പ്രവചനങ്ങളൊക്കെ അവഗണിക്കുക. ഫണ്ട് മാനേജർമാരൊക്കെ തൽക്കാലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതായിട്ട് തോന്നുമെങ്കിലും ദീർഘകാലത്തേക്ക് അവർ ഒരിക്കലും വിപണിയെ തോൽപ്പിക്കില്ലെന്നാണ് നമ്മുടെ രചയിതാവ് പറയുന്നത്. ഫീസ്, എക്സ്പെൻസസ്, സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രാബല്യത്തിൽ വരുന്ന മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റീസ് എന്നിവ അടിസ്ഥാനമാക്കിയിട്ടാണ് രചയിതാവ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിക്ഷേപം സമ്പന്നർക്ക് മാത്രമാണോ? സമ്പന്നർക്ക് മാത്രമല്ല, എല്ലാവർക്കും നിക്ഷേപിക്കാം. നമുക്കുണ്ടായിരിക്കേണ്ടത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് ലോ മെയിൻ്റെനൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ ആണ്. നിങ്ങളുടെ നിക്ഷേപങ്ങളിൽ ഡൈവേഴ്സിഫിക്കേഷൻ പ്രാധാന്യം കൊടുക്കണം. എവിടെ നിക്ഷേപിക്കണം? ഇൻഡെക്സ് ഫണ്ടുകൾ ആദ്യ ഓപ്ഷനായിട്ടാണ് നമ്മുടെ രചയിതാവ് ശുപാർശ ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ടുകളേക്കാൾ വില കുറവാണെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഉറപ്പാക്കാൻ കുറച്ച് വ്യത്യസ്ത ഫണ്ടുകളെ നിക്ഷേപിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകൾ സമാനമായിട്ടുള്ള ETF ഫണ്ട്, ഗോൾഡ് ബേസ്, സിൽവർ ബേസ്, നിഫ്റ്റി ബേസ്, ബാങ്ക് ബേസ്, അങ്ങനെ ധാരാളം ഫണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മാർക്കറ്റിൽ നമുക്ക് അധികം ലോസ് ഇല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റും, നല്ല പ്രോഫിറ്റും ഉണ്ടാക്കാൻ പറ്റും. 6th വീക്കിലെ ടിപ്സാണ്. നിക്ഷേപം ആരംഭിക്കുന്ന മുമ്പ് നിങ്ങളുടെ നിക്ഷേപ ശൈലി തീരുമാനിക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങളുടെ നിക്ഷേപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം ചെലവഴിക്കുക, ധാരാളം ഗവേഷണം നടത്തുക, നിങ്ങൾ എന്താണ് നിക്ഷേപിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യുക. നിങ്ങൾ നിക്ഷേപം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ഫണ്ടുകൾ വാങ്ങുക. നിങ്ങളുടെ പക്കൽ ഉടനടി നിക്ഷേപിക്കാൻ മതിയായ പണമില്ലെങ്കിൽ നിങ്ങളുടെ നിക്ഷേപ അക്കൗണ്ടിൽ കുറച്ച് പണം സമർപ്പിക്കാൻ തുടങ്ങാം. ചാപ്റ്റർ 7 വെയർ ടു ഫ്രം ഹിയർ
അക്കൗണ്ടുകൾ ക്രമത്തിലാക്കുകയും നിക്ഷേപങ്ങൾ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റങ്ങൾ പരിപാലിക്കുന്നത് എളുപ്പമാണ്. നിങ്ങളുടെ നിക്ഷേപ അക്കൗണ്ടിലേക്ക് ആഴ്ചയിൽ കുറച്ച് തവണ മാത്രം ലോഗിൻ ചെയ്യാവൂ. ഇത് അധിക സമ്മർദ്ദം മാത്രമേ ഉണ്ടാക്കൂ. ഓട്ടോമാറ്റിക് സിസ്റ്റം സജ്ജീകരിക്കുക. ഈ ഒരു ബുക്കിലെ മെയിൻ ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം സജ്ജീകരിക്കുക എന്നുള്ളതാണ്. ഈ ബുക്കിലെ കുറച്ച് മെയിൻ കീ പോയിൻറ്റ്സ് ആണ്. ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ശരിയായി ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുക, ബിൽ പേയ്മെൻറ്റുകൾ സമയത്ത് അടയ്ക്കുക, പലിശ നൽകരുത്, ബിൽ പേയ്മെൻറ്റുകളെല്ലാം ഓട്ടോമേറ്റ് പേയ്മെൻറ്റ് സിസ്റ്റം ചെയ്യുക, ബാങ്കിൽ ഫീസ് ഇല്ലാത്ത അക്കൗണ്ടുകൾ തുടങ്ങുക, ഉയർന്ന പലിശയുള്ള ഒരു സേവിങ് അക്കൗണ്ടും ഒരു സാധാരണ ചെക്ക് അക്കൗണ്ടും തുറക്കുക, നിങ്ങളുടെ ചെക്ക് അക്കൗണ്ടിൽ 1.5 മാസത്തെ ചിലവുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുകയും ബാക്കിയുള്ള പണം നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് മാറ്റുകയും ചെയ്യുക. എല്ലാ കടങ്ങളും വീട്ടുക. ഒരു വ്യക്തിഗത റിട്ടയർമെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു നിക്ഷേപ ഫണ്ട് തുറക്കുക. നിങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ നിക്ഷേപ ശൈലി തീരുമാനിക്കുക. ധാരാളം ഗവേഷണം നടത്തുകയും നിങ്ങൾ എന്താണ് നിക്ഷേപിക്കുന്നത് മനസ്സിലാക്കുകയും ചെയ്യുക. ഈ ബുക്കിൻ്റെ സമ്മറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.